മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയാണ് പ്രധാന വിമർശനം ഉയർന്നു വന്നത്. മാത്രമല്ല, സർക്കാരിൽ അഴിമതിയില്ലെങ്കിൽ പോലും സ്വജനപക്ഷപാതമുണ്ടെന്ന അഭിപ്രായം ചില അംഗങ്ങൾ പ്രകടിപ്പിച്ചു. അതെല്ലാമാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം. പിണറായി ശൈലി മാറ്റണം. നേരത്തെ ആ ശൈലി മാറ്റ ആവശ്യം ഉയർന്ന സിപിഐ പോലുള്ള ഘടകകക്ഷികളിൽ നിന്നാണ്. പക്ഷേ ഇപ്പോൾ സിപിഐ നിന്നും അത്തരം ആവശ്യം ഉയർന്നു വരുന്നു എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ ശൈലി പലപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിക്കും അതൊരു കാരണമായോ എന്ന് പരിശോധിക്കണമെന്നാണ് സെക്രട്ടറി യോഗത്തിൽ ആവശ്യമുയർന്നത്. വിമർശനങ്ങൾ മുഖ്യമന്ത്രി കേട്ടിരുന്നു. ഇടതുമുന്നണി യോഗത്തിലും അദ്ദേഹം തനിക്കെതിരായ വിമർശനങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ താൻ ഏറ്റെടുക്കുന്നു, ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന ആവശ്യം അദ്ദേഹം പറഞ്ഞിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിലും പിണറായിക്കെതിരെ വിമർശനം ഉയർന്നു. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ചോദ്യങ്ങൾക്ക് ജാഗ്രതയോടെ മറുപടി വേണം. പലപ്പോഴും പാർട്ടി സെക്രട്ടറിയുടെ പരാമർശങ്ങൾ, പാർട്ടി സെക്രട്ടറിയുടെ പ്രസംഗങ്ങൾ പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ ജാഗ്രതയോടുകൂടി മറുപടി പറയണമെന്ന ആവശ്യമാണ് ഉയർന്നു വന്നത്. കണ്ണൂരിലെ പ്രാദേശിക എതിർപ്പ് തിരിച്ചറിയാൻ കഴിയാതെ പോയതും വലിയ വീഴ്ചയെന്ന വിമർശനമുണ്ടായി. എം വി ഗോവിന്ദന്റെ ഭാര്യ കൂടിയായ സ്ഥാനാർത്ഥിയുടെ പി കെ ശ്യാമളെ സ്ഥാനാർത്ഥിയാക്കിയതാണ് ആ ഒരു തിരിച്ചടി കാരണമെന്ന്. പക്ഷേ അങ്ങനെ പറയാതെയാണ് ഗോവിന്ദനെതിരെ ആ വിമർശനം ഉണ്ടായത്. പാർട്ടി സെക്രട്ടറി മാറണമെന്ന അഭിപ്രായം അതിശക്തമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലും സെക്രട്ടറിക്കെതിരെ വിമർശനമുണ്ടായത്. പാർട്ടിയുടെ ശൈലിയും മാറണം. ഈ ചർച്ചകളാണ് പ്രധാനമായും സിപിഎമ്മിന്റെ ശക്തിയായി, ഉൾപാർട്ടി ചർച്ചകളാണ് സിപിഎമ്മിന്റെ ശക്തിയായി എപ്പോഴും എടുത്തുകാട്ടുള്ളത്. പക്ഷേ ആ ചർച്ചകൾ പ്രഹസനമായി മാറുന്നു. ചർച്ചകളുടെ ശൈലി മാറ്റണം. അംഗങ്ങൾക്ക് സമയപരിധിയില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം വേണമെന്ന ആവശ്യം സെക്രട്ടറി യോഗത്തിൽ ഉയർന്നു വന്നു. നിശ്ചിത സമയം വെച്ച് ചർച്ച അവസാനിപ്പിക്കുന്ന പതിവ് ഇനി അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു പല സെക്രട്ടറി അംഗങ്ങളും ഉന്നയിച്ച ആവശ്യം. അതിനെ തുടർന്നാണ് എം എ ബേബി ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അത് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് 13 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു